ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ റോമിംഗ് ട്രൈബ് 3.0. പ്രിൻസസ് ഐലൻഡ് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങളുടെ വ്ളോഗ്. ഇസ്താൻബുളിലെ അവസാനത്തെ ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് പ്രിൻസസ് ഐലൻഡിലാണ്. പ്രിൻസസ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ബുയുക്കടയിലാണ്. ഈ ഐലൻഡിലേക്ക് എത്താനായിട്ട് നമുക്ക് ഫെറി എടുത്തിട്ട് വേണം പോകാൻ. സാധാരണയായിട്ട് നമുക്ക് ഇസ്താൻബുളിൽ ഫെറി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ മിന്യൂയിൽ നിന്നും കെബാറ്റസിൽ നിന്നുമാണ്. ഈ പോർട്ടുകളിൽ നിന്നാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഞങ്ങൾ താമസിച്ചിരുന്നത് തക്സിം സ്ക്വയറിലാണ്. അവിടെ നിന്ന് ഞങ്ങൾ കെബാറ്റസിലേക്ക് ട്രാം എടുത്ത് കെബാറ്റസിൽ നിന്നും ഫെറി എടുത്താണ് ബുയുക്കടയിലെത്തിയത്. നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രിൻസസ് ഐലൻഡിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ രാവിലെ തന്നെ അങ്ങോട്ട് പോയാലാണ് നമുക്ക് ആ ഹോൾ ഡേ പ്രിൻസസ് ഐലൻഡ് മൊത്തത്തിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സമയം വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. ആ സമയം നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കുക. ഫെറി യാത്ര വളരെ രസകരമായ യാത്രയാണ്. ഈ ഫെറിക്കുള്ളിൽ തന്നെ നമുക്ക് കോഫി ഷോപ്സും എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. നമുക്ക് ചായ കുടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്നാക്സൊക്കെ കഴിക്കണമെങ്കിലോ ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫെറിയിൽ തന്നെ എല്ലാം അവൈലബിൾ ആണ്. അപ്പം ഈ 1.5 hours നമുക്ക് നന്നായിട്ട് നമുക്ക് നമ്മുടെ ഈ ഫെറി റൈഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. കൂടുതലും ഞങ്ങൾ അകത്ത് തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. കാരണം പുറത്ത് ചെറിയ മഴയും നല്ല കാറ്റും ഉണ്ടായിരുന്നതുകൊണ്ട് അതിൽ ജീവനക്കാർ ഞങ്ങളോട് അധികം പുറത്തേക്ക് ഇറങ്ങണ്ട, അതുപോലെ ഒരു സ്പോട്ടിലും ഇതിന് സ്റ്റോപ്പുകളിൽ ഇതിനെ നിർത്തുമ്പോഴും ഒത്തിരി നല്ല കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് പുറത്തെ അധികം ഇറങ്ങണ്ടെന്ന് അവർ നമുക്ക് നിർദ്ദേശവും തന്നിരുന്നു. അപ്പം ഇവൻ ദോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു യാത്ര. നമുക്ക് ഈ യാത്രയുടെ ഇടയിൽ നമുക്ക് വലിയ കെട്ടിടങ്ങളും മസ്ജിദുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ മറ്റ് ഐലൻഡുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അതിനുശേഷം ഞങ്ങൾ ഒരു 1.5 മണിക്കൂറിന് ശേഷം അവിടെ എത്തി. അവിടെ ഈ ഒരു ഐലൻഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അധികം വാഹനങ്ങളില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് സൈക്കിളുകളും അതുപോലെ നമ്മുടെ ചെറിയ ചെറിയ വാഹനങ്ങളും ഓട്ടോ പോലത്തെ ചെറിയ ഇലക്ട്രിക് വാഹനങ്ങളാണ്, അല്ലെങ്കിൽ ഷട്ടിൽ ബസ് അവൈലബിൾ ആണ്. അപ്പം ഇതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഗതാഗത മാർഗം. പിന്നെ ഈ ടൂറിസ്റ്റുകൾ നടന്നു പോകാറുണ്ട്, അതുപോലെ തന്നെ ഈ സൈക്കിളും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറുകളുടെ ഹോൺ ശബ്ദമില്ല, ട്രാഫിക് ജാം ഇല്ല, വായു മലിനീകരണം വളരെ കുറവാണ്. നമുക്ക് കടൽ കാറ്റിൻ്റെയും പക്ഷികളുടെ ശബ്ദം മാത്രം കേൾക്കുന്ന ഒരു സ്ലോ ലൈഫ് ഫീലാണ് കിട്ടിയത്. ഇതുപോലെ ഇസ്താൻബുളിലെ വളരെ തിരക്കേറിയ നഗരത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഷട്ടിൽ ബസ് എടുത്തിട്ടാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ ചെറിയ ചെറിയ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്, അതിൽ കുറച്ച് നമുക്ക് റേറ്റ് കൂടുതലാണ്. അതിൽ ഞങ്ങളത് ഓപ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം ഒന്നാമത് നമുക്ക് ഒരു സ്ഥലങ്ങളിലും അവിടെ ഇറക്കില്ല, മറിച്ച് എല്ലാ സ്ഥലങ്ങളും കാണിച്ചിട്ട് നമ്മളെ കൊണ്ടുപോകും. മറിച്ച് നമ്മൾ ഷട്ടിൽ ബസ്സാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്പോട്ടുകളിൽ പോകണമെങ്കിൽ നമുക്ക് പോയി അവിടെ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അതുകൊണ്ട് ഞങ്ങൾ ബസ് എടുത്തിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോയത്. പോകുന്ന വഴിക്ക് നമുക്ക് വീടുകൾ, ഓട്ടോമാൻ കാലഘട്ടത്തിലെ വുഡൻ മാൻഷൻസ് ഒക്കെ കാണാം. വലിയ കൊത്തുപണികളും ജനലുകളും പേസ്റ്റൽ നിറങ്ങളിലെ വീടുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു സിനിമ സെറ്റ് പോലത്തെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും. ഈ ഐലൻഡിന് പ്രിൻസസ് ഐലൻഡ് എന്ന പേര് വന്നത് ബൈസാൻ്റെ കാലഘട്ടത്തിലാണ്. അന്നത്തെ ചക്രവർത്തിമാരുടെ ബന്ധുക്കളെയും രാജകുമാരന്മാരെയും അതുപോലെ ചില രാഷ്ട്രീയ എനിമീസിനെയൊക്കെ ഇവിടത്തേക്ക് നാട് കടത്തുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു എക്സൈൽ ഐലൻഡ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. എന്നാൽ ഇന്ന് അതൊരു പീസ്ഫുൾ ഹോളിഡേ ഡെസ്റ്റിനേഷനായിട്ട് മാറി. ബുയുക്കട എക്സ്പ്ലോർ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം സൈക്കിളാണ്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് സൈക്കിളാണ് ഓപ്റ്റ് ചെയ്യുന്നത്. നമുക്ക് സൈക്കിൾ ഇവിടുത്തെ ഫെറി ടെർമിനലിൽ തന്നെ റെൻ്റൽ ഷോപ്സ് ഒത്തിരി ഉണ്ട്. ഓർഡിനറി ബൈസൈക്കിൾസും ഇലക്ട്രിക് ബൈസൈക്കിൾസും ഒക്കെ അവിടെ ലഭ്യമാണ്. 50 to 100 ലിറ ഒക്കെ അപ്രോക്സിമേറ്റ്ലി നമുക്ക് ചാർജസ് വരുന്നുള്ളൂ. ഞങ്ങൾ ഫസ്റ്റ് പോയത് ഷട്ടിൽ ബസ് എടുത്തിട്ട് ഷട്ടിൽ ബസ്സിന് സ്റ്റോപ്പുള്ള അയായോഗി ചർച്ച് ഭാഗത്തേക്കാണ് പോയത്. ഈ ഒരു ചർച്ച് ബുയുക്കട ദ്വീപിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ ചർച്ചിലേക്ക് പോകണമെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് കയറ്റമുണ്ട്, ഒരു 10-20 minutes കയറ്റമുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ചർച്ചിലെത്തിയത്. അവിടുന്ന് ശേഷം ഞങ്ങൾ ബൈനോക്കുലർ വെച്ചിട്ട് അവിടെ ബൈനോക്കുലർ 2 സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റി.
ബുയോക്കടയിലെ സീ ഫുഡ്സ് വളരെ പ്രശസ്തമാണ്. ഐലൻഡിൽ തന്നെ നമുക്ക് അതിൻ്റെ പുറത്ത് തന്നെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഫെറി ഇറങ്ങുമ്പോൾ തന്നെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരു മാജിക്കൽ വിസിറ്റായിരുന്നു ഓൾ ത്രൂ. അത് പറയുന്നതിലും കൂടുതൽ അത് പോയി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം പിന്നെ നമ്മൾ ഫെറി എടുത്ത് തിരിച്ചു പോകുന്നു. ഇവിടുത്തെ ഫെറികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫീലിൽ ഒരു അങ്ങനെ ഒരു ഫീൽ ഇല്ല. വളരെ പ്രൈവറ്റ് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ. അപ്പം അതിനുശേഷം ഞങ്ങൾ വീണ്ടും തക്സിൻ സ്ക്വയറിലെത്തി കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങി. ഫൈനൽ ഫുഡും ഇസ്താൻബുളിലെ ഫൈനൽ ഫുഡും നമ്മൾ കഴിച്ചു ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന്. ഞങ്ങളൊരു ബൊഫറ്റ് പോലത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. അതിനുശേഷം ഞങ്ങൾ നൈറ്റ് ലൈഫ് ഒന്നും കൂടെ ഒന്ന് എൻജോയ് ചെയ്ത് തിരിച്ച് റൂമിലേക്ക് പോയി. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ വിശേഷങ്ങളും ആയി വീണ്ടും അടുത്ത വ്ളോഗിൽ കാണാം. വ്ളോഗുകളുടെ അപ്ഡേറ്റിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്